നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറഞ്ഞ ചിലപ്പോ അറിയായിരിക്കും നെല്ലിശ്ശേരി കുടുംബത്തെ പറ്റി. നെല്ലിശ്ശേരി എന്ന് പറയുമ്പോ സേതു മാധവൻ സാറിന്റെ മകന്റെ ഭാര്യ അർച്ചന സച്ചിദാനന്ദൻ. ഇപ്പൊ വിശ്വാസമായോ? വിശ്വാസമായി. എങ്കിൽ ദയവായി ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങൾക്ക് എത്ര രൂപ അനുപേട്ടൻ തരാനുണ്ടെങ്കിലും നാളെ ഞാനത് തന്നു തീർത്തിരിക്കും. നിങ്ങൾക്കതിൽ ഒരു സംശയവും വേണ്ട. ഓ ആയിക്കോട്ടെ. ഇനി ഒരു പ്രശ്നവും നിങ്ങൾ അവിടെ ഉണ്ടാക്കരുത്. ഇനി ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ തന്നെ നെല്ലിശ്ശേരി കുടുംബത്തിലെ മേഡം ഏറ്റാ പിന്നെ എന്ത് പ്രശ്നമാ? എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. നാളെ ഞാൻ ക്യാഷ് എത്തിക്കാം. ഓ ശരി മാഡം, അങ്ങനെ ആയിക്കോട്ടെ. ചേച്ചി, ഞാൻ പറഞ്ഞു കേട്ടല്ലോ. ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് അവിടെ ആരും വിഷമിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഒന്ന് വഴി തരും. ആ പെങ്കൊച്ചേറ്റതുകൊണ്ട് ഇന്നൊരു ദിവസം അവധി കൂടി ഞാൻ തരുന്നു. അത് നിന്റെ സഹോദരിയെ വിശ്വസിച്ചല്ല, നെല്ലിശ്ശേരി എന്ന പേരിലുള്ള വിശ്വാസം കൊണ്ട്. നിനക്കിത് നേരത്തെ ചെയ്തുകൂടായിരുന്നോടാ? ഒരു വാക്ക് പറഞ്ഞാ 9 അല്ല 90 വരെ തരാൻ പാങ്ങുള്ളവരാ നെല്ലിശ്ശേരിക്കാര്. നാളെ ഈ സമയം ഞാനിവിടെ വരും. ബാക്കി അപ്പം. എന്റെ അമ്മേ, ഇന്ന് ഭയങ്കര ക്ഷീണം. മീറ്റിങ്ങും യാത്രയും എല്ലാം കൂടി തലയ്ക്ക് സ്ഥിരതല്ലതായി. സത്യം പറഞ്ഞ എല്ലാം മതിയാക്കിയിട്ട് ചുമ്മാ വീട്ടിലിരിക്കാൻ തോന്നുക. എന്തായാലും നാളെ ചിലപ്പോഴേ ഞാൻ ഓഫീസിൽ പോകും. നമുക്ക് നാളെ ഒന്ന് കറങ്ങാനൊക്കെ പോയാലോ? എന്താ? അത് ശരി. അപ്പൊ ഞാനീ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഹലോ. ഇത് ഏത് സ്വപ്ന ലോകത്താ? സച്ചിൻ എപ്പോ വന്നു? ബെസ്റ്റ്. അപ്പൊ ഞാൻ വന്നതുപോലും താൻ അറിഞ്ഞില്ലേ? വന്ന് ഞാൻ തന്നോട് സംസാരിക്കുകയും ചെയ്തു. ഒന്നുമില്ല എന്ന മറുപടി പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ തന്റെ മുഖത്തൊരു ടെൻഷൻ? എനിക്ക് തോന്നിയതാവും അല്ലേ? അതെ, അല്ലാതെ എനിക്കെന്ത് ടെൻഷനാ? ശരി, സമ്മതിച്ചു. അപ്പോ താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ താൻ എനിക്ക് തന്റെ സ്പെഷ്യൽ ബ്ലാക്ക് കോഫി ഇട്ട് തരും. ഞാനെന്തിനാ സച്ചിനോട് കള്ളം പറയുന്നു? ഞാനിപ്പോ കോഫി കൊണ്ടുവരും. എന്താ അർച്ചന? ചേച്ചി, നാളത്തേക്കുള്ള പൈസ എല്ലാം ശരിയായോ? ചേച്ചി പറഞ്ഞതുകൊണ്ട് അനൂപേട്ടന് അയാൾ ഇന്നൊരു ദിവസത്തെ അവധി കൂടി കൊടുത്തത്. നാളെ അയാൾക്ക് 9 ലക്ഷം രൂപ തികച്ചും കൊടുത്തേ പറ്റൂ. ചേച്ചി എന്ത് വഴിയാ കണ്ടിരിക്കുന്നത്? സച്ചേട്ടനോട് ചേച്ചി ചോദിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ എങ്ങനെയാ ചേച്ചി ഇത്രയും കാശ് അയക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഹലോ ഹലോ ചേച്ചി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്താ തനിക്ക് വയ്യേ? ഒന്നുമില്ല, സച്ചിന് വെറുതെ തോന്നുന്നതാ. എന്തേന്ന് ഓഫീസിൽ പോവാത്തെ? ഓ വയ്യടോ, ഒരു മൂടില്ല. ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിക്കാന്നല്ലാതെ വേറെന്താ ഗുണം? എങ്കിലേ നമുക്കൊന്ന് പുറത്തു പോവാം. ഒരു ഷോപ്പിംഗ്, ഒരു സിനിമ, ചെറിയൊരു കറക്കം. എന്തു പറയുന്നു?
അത് ഇന്ന് എനിക്കൊരു സുഖം തോന്നില്ല സച്ചേട്ടാ. സച്ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോയിക്കോ. നമുക്ക് നാളെ പുറത്തു പോവാം. ഇന്ന് ഓഫീസിൽ പോവാതിരിക്കണ്ട. നാളെ ഉറപ്പായിട്ടും പോവാം. മുൻപൊക്കെ ഞാൻ ഓഫീസിൽ പോകുന്നില്ലെന്ന് പറയുമ്പോൾ തനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഇപ്പൊ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. തനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കത് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്ത് പ്രശ്നമായാലും പ്രതിസന്ധിയായാലും അതെല്ലാം വേഗം തീർത്തിട്ട് താൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഒരുമിച്ചുള്ള 6 മാസം ഞാനായിട്ട് നമ്മുടെ സന്തോഷത്തെ മാറ്റി നിർത്തി. ഇനി മുന്നോട്ട് അത് താനാകരുത്. എന്ത് കാര്യങ്ങളാണോ തന്നെ അലട്ടുന്നത് അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം. നമ്മുടെ നല്ല നല്ല നിമിഷങ്ങളെ ഇനിയും നമ്മളായിട്ട് തന്നെ നശിപ്പിക്കണ്ട. സച്ചേട്ടൻ പറഞ്ഞ ശരിയാ. ചില പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അതെല്ലാം എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതുവാ. അതില് ഏറ്റവും എന്റെ മനസ്സമാധാനം കളയുന്ന പ്രശ്നം കുറച്ച് വലുതാ. അതും ഉടനെ ഞാൻ പരിഹരിക്കും. പിന്നെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരില്ല. എന്റെ കൈവിട്ട് പോകുന്ന തോന്നുന്ന നിമിഷം സച്ചേട്ടനോട് ഞാൻ എല്ലാം പറയാം. പുറകില് സച്ചേട്ടനുള്ള ധൈര്യത്തിലാ ഞാൻ എല്ലാത്തിനും ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന. അതെ, മതി മതി. എന്തോ വലിയ യുദ്ധം ചെയ്യാൻ പോകുന്ന പോലാണല്ലോ സംസാരം. ബാക്കിയെല്ലാം മറന്നിട്ട് താൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്ക്. സച്ചേട്ടൻ എവിടേക്കാ? ഓഫീസിൽ പോകാൻ റെഡിയാവൻ. താനല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് ബോറടിക്കുന്നൊക്കെ. എന്താ പോണ്ടേ? ആ പോണം. സച്ചേട്ടൻ പോയി റെഡിയാവാ. ഞാനേ കഴിക്കാൻ എടുക്കാം. താനതും കൊണ്ടെങ്ങോട്ടാ? സോറി. സച്ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ വാഷ്റൂമിലേക്ക്. ആ ടവല് ഞാൻ എടുത്തരാം. സച്ചേട്ടൻ പോയി കുളിക്കുക. വേഗം റെഡിയാവാ. സമയായി, വൈകും. എങ്കിൽ ദയവായി ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങൾക്ക് എത്ര രൂപ അനുബേട്ടം തരാനുണ്ടെങ്കിലും നാളെ ഞാനത് തന്നു തീർത്തിരിക്കും. നിങ്ങൾക്കതിൽ ഒരു സംശയവും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.